കോഴിക്കോട് യുവതി ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി. അത്തോളി സ്വദേശി ആയിഷയാണ് മരിച്ചത്. സംഭവത്തിൽ ആൺസുഹൃത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ജിം ട്രെയിനറായ ആൺസുഹൃത്ത് ആയിഷയെ ക്രൂരമായി ആക്രമിച്ചിരുന്നുവെന്ന് ബന്ധു ആരോപിച്ചു. സമീർ സി മുഹമ്മദാണ് വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നത്. സമീർ, ഈ സംഭവം എന്താണ് സംഭവത്തെപ്പറ്റി പോലീസ് പറയുന്നത്? ഹാഷ്മി, അത്തോളി സ്വദേശിയായിട്ടുള്ള ആയിഷയെ ഇന്നലെ രാത്രിയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ടാണ് യുവാവിനെ പോലീസ് കസ്റ്റഡിയെടുത്ത് ചോദ്യം ചെയ്തു വരുന്നത്. ഈ പെൺകുട്ടിയുടെ ആൺസുഹൃത്തായിട്ടുള്ള ഈ ജിം ട്രെയിനർ കൂടിയായിട്ടുള്ള വ്യക്തി പലതവണ ഈ കുട്ടിയെ മർദ്ദിച്ചിരുന്നുവെന്നാണ് ഇപ്പോൾ ബന്ധുക്കൾ ആരോപിക്കുന്നത്. മാത്രമല്ല, ആയിഷ ആത്മഹത്യ ചെയ്യില്ല, പഠിക്കാൻ മിടുക്കിയായിരുന്നു പെൺകുട്ടി. അതുകൊണ്ട് തന്നെ പഠിക്കാനും മറ്റ് ജോലികൾക്കായിട്ട് മുന്നോട്ട് പോവുകയുമായിരുന്നു. മംഗലാപുരത്തായിരുന്നു ഈ പെൺകുട്ടി പഠിച്ചിരുന്നത്. അവിടെ നിന്നാണ് ഈ യുവാവ് ഇവിടേക്ക് ഈ പെൺകുട്ടിയെ എത്തിച്ചതെന്നും ക്രൂരമായി മർദ്ദിക്കാറുണ്ടായിരുന്നു എന്ന കാര്യം കൂടി ബന്ധുക്കൾ പറയുന്നു. ആയിഷ മരിക്കില്ല, ഇങ്ങനെ ആത്മഹത്യ ചെയ്യില്ല എന്നുള്ള ആ ഒരു നിഗമനത്തിലാണ് ഉള്ളത്. അത് കൊലപാതകമാണെന്നാണ് നിങ്ങൾ സംശയിക്കുന്നത്? അങ്ങനെ തന്നെയാണ്. കാരണം അങ്ങനെ ഒരു മരിക്കാനുള്ളൊരു തൻ്റെ ഇടമുള്ള കുട്ടിയല്ല അത്. അവൾ പഠിക്കുക മാത്രമല്ല, ഈ കുട്ടി പഠിക്കുന്നത് തന്നെ ബാങ്ക് ലോണായിട്ടും ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടാണ് ഈ കുട്ടി പഠിക്കുന്നത്. അപ്പോൾ ഒരിക്കലും മാതാപിതാക്കൾക്കൊരു ബാധ്യതയായി ഇവൾ ആത്മഹത്യയിലേക്ക് പോകില്ല. ആത്മഹത്യയിൽ പോകാനുള്ള കാരണം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം സൗഹൃദം നടിച്ച്, പ്രണയത്തിൻ്റെ സൗഹൃദം നടിച്ച് ഇവളെ വശത്താക്കുകയും ഇവളെ ഫോട്ടോ വരെ എടുത്ത്, നഗ്ന ഫോട്ടോ എല്ലാം എന്തായാലും ശരി, നമ്മൾ അറിയുന്നില്ല, ഫോട്ടോ വരെ എടുത്ത് ഇവളെ ട്രാപ്പ് ചെയ്യുന്ന ഒരു എന്താ പറയുക, ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അങ്ങനെയാണ് കാണുന്നത്. അപ്പം ഇതിന് ശക്തമായ അന്വേഷണം വേണം. അന്വേഷിച്ച് സത്യം കണ്ടെത്തിയാൽ അതിന് തക്കതായ നിയമപരമായ എല്ലാ ശിക്ഷയും പിന്നെ നൽകണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഹാഷ്മി, ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ജിം ട്രെയിനർ കൂടിയായിട്ടുള്ള യുവാവിനെ നടക്കാവ് പോലീസ് കസ്റ്റഡിയെടുത്ത് ചോദ്യം ചെയ്ത് വരികയാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട്. പെൺകുട്ടിയുടെ മൃതദേഹം കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലാണ് ഉള്ളത്. വൈകാതെ തന്നെ ഇവിടുന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.